ഒട്ടുമിക്ക ബിഗിനേഴ്സിനും കോമൺ ആയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് ഇൻപുട്ട് അതിങ്ങനെ വർക്ക് ചെയ്യുന്നത്, വേരിയബിൾസും ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ. ഈ വീഡിയോയിലൂടെ ആ ഒരു കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും സിമ്പിളായിട്ടും എക്സാമ്പിൾ യൂസ് ചെയ്ത് പറഞ്ഞുതരാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, നെയിം, ആൻഡ് നമ്മൾ ബിൽഡിംഗ് ഫംഗ്ഷനായ ഇൻപുട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ എൻ്റർ യുവർ നെയിം, ഒരു നെയിം എൻ്റർ യൂസ് എന്ന് പറഞ്ഞു, എന്നിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക കൺസോളിൽ ഔട്ട്പുട്ട് കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് ചെയ്യുമ്പോൾ യൂസർ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഈ വേരിയബിളിലോട്ട് വരും, എന്നിട്ട് നെയിമിൽ സ്റ്റോർ ആവും, എന്നിട്ട് ആ നെയിം നമ്മൾ പ്രിൻറ്റ് ചെയ്യും. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ പേര് ടൈപ്പാണ്, എൻ്റർ കൊടുത്തു. അപ്പോൾ പ്രിൻ്റ് ആയിട്ട് നെയിം പ്രിൻ്റ് ആയി ആംപ്രോൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഇൻറ്റിജർ ആഡ് ചെയ്യുന്ന ചോദിച്ചു. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമുക്കൊരു എറർ അടിക്കും. എറർ അടിച്ചാൽ എറർ വരും. അതിന് കാരണം ഇൻപുട്ട് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ് വാല്യൂ ആയിരിക്കും. സോ സ്ട്രിങ്ങും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കോൺകാറ്റ് ആവും. അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു വേർഡ് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ അല്ല ഇൻറ്റിജറും കൂടെ ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ സമയത്തുള്ള റിസൾട്ടും കിട്ടും. പക്ഷേ ഇൻറ്റിജറും സ്ട്രിങ്ങും കൂടെ ആഡ് ആക്കാൻ പറ്റത്തില്ല. സോ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇൻറ്റ് കൊടുക്കുക, ഇൻറ്റിനുള്ളിൽ ഇൻപുട്ടും ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എൻ്റർ യുവർ ഏജ് ആൻഡ് പ്രിൻറ്റ് ഏജ്. സോ നമ്മൾ റൺ ചെയ്തു, ഏജ് ചോദിച്ചു, നമ്മൾ 4 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു 4. ഓക്കെ, ഇൻറ്റിജറും തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റൂ പൈത്തണിൽ, അല്ലെങ്കിൽ സ്ട്രിങ്ങും ഇൻറ്റിജറും കൂടെ കൂട്ടാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഇൻപുട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു റൂള് എന്തായാലും ഓർത്ത് വെക്കുക. ഇത് ഒരുപാട് പേര് ഡൗട്ട് ആവുന്നൊരു റൂൾസാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ആൻഡ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്ര സിമ്പിളായിട്ട് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ